ഇറാനിലെ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും കനത്ത ആക്രമണം. ടെഹ്റാനിൽ വൻ തീപിടുത്തം, വൻ നാശനഷ്ടം. ഇറാൻ ജനതയ്ക്ക് സ്വാതന്ത്ര്യം അരികിലെന്ന ഇസ്രായേൽ. അയൽ രാജ്യങ്ങളെ ആക്രമിക്കില്ലെന്ന ഇറാൻ പ്രസിഡന്റിന്റെ വാക്കുകൾക്ക് മണിക്കൂറുകളുടെ മാത്രം ആയുസ്. കുവൈറ്റിലും ദുബായിലും ആക്രമണം. ഞങ്ങൾ എളുപ്പം കീഴടക്കാവുന്ന ഇരകളല്ലെന്ന് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ മുന്നറിയിപ്പ്. അറബ് ലീഗ് വിദേശകാര്യമന്ത്രിമാരുടെ അടിയന്തര യോഗം ഇന്ന്. ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഉടൻ തകരുമെന്ന് ട്രംപ്. ക്യൂബയിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ സംഭവിക്കുമെന്നും ട്രംപിന്റെ അവകാശവാദം. Cuba's at the end of the line. They're very much at the end of the line. They have no money, they have no oil. They have a bad philosophy, they have a bad regime that's been bad for a long time. ക്യൂബയുടേത് മോശം തത്വശാസ്ത്രമെന്നും ട്രംപ്. അഹമ്മദാബാദിൽ ഭാഗ്യപരീക്ഷണത്തിന് ഇന്ത്യ. തുടർച്ചയായ 2020 ലോക കിരീടം ലക്ഷ്യം. ന്യൂസിലൻഡിനെതിരെ ഇറങ്ങുമ്പോൾ നെഞ്ചിടിച്ച് ആരാധകർ. അഭിഷേക് ശർമ്മയ്ക്കെതിരെ മുഹമ്മദ് കൈഫ്. ഫോമിലില്ലാത്ത ഓപ്പണറെ ഒഴിവാക്കണം. അഭിഷേകിന് പകരം ഫിനിഷർ റിങ്കു സിംഗിനെ പ്ലേയിംഗ് 11-ൽ ഉൾപ്പെടുത്തണമെന്നും ആവശ്യം. നേപ്പാളിൽ ഇനി ജൻസി യുഗം. ജൻസി പ്രക്ഷോഭ നായകൻ ബലേന്ദ്ര ഷാ പ്രധാനമന്ത്രിയാകും. മുൻ പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയെ പരാജയപ്പെടുത്തിയത് 50,000-ഓളം വോട്ടുകൾക്ക്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കനത്ത തിരിച്ചടി. നേപ്പാളിൽ പ്രസിഡന്റുമായും കൊമ്പുകോർത്ത് മമതാ ബാനർജി. രാഷ്ട്രപതി രാഷ്ട്രീയം കളിക്കരുതെന്ന് മമതാ ബാനർജിക്ക് തന്നോട് എന്താണ് ദേഷ്യമെന്ന് രാഷ്ട്രപതി. ബംഗാളിൽ നടന്നത് അങ്ങേയറ്റം ലജ്ജാകരമെന്ന് മോദി. തർക്കം അന്താരാഷ്ട്ര സാന്താൾ സമ്മേളന വേദിയുമായി ബന്ധപ്പെട്ട്. വിവാഹമോചന ഹർജിയെക്കുറിച്ച് ആദ്യമായി പരസ്യമായി പ്രതികരിച്ച് വിജയ്. സ്വകാര്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ താൻ നേരിടുമെന്നും ജനങ്ങൾ ആശങ്കപ്പെടേണ്ടെന്നും അനുയായികളോട്. വ്യക്തിപരമായ കാര്യങ്ങളെക്കാൾ ജനങ്ങളുടെ വിഷയങ്ങൾക്കാണ് മുൻഗണന എന്നും വിജയ്. CPM വയനാട് ജില്ലാ സെക്രട്ടറിയെ ശാസിച്ച് നടൻ മമ്മൂട്ടി. എന്റെ ഒപ്പം എന്തിനിങ്ങനെ പിറകെ കൂടുന്നുവെന്ന് ചോദ്യം. സംഭവം വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കുള്ള ടൗൺഷിപ്പ് സന്ദർശനത്തിനിടെ മമ്മൂട്ടി അനുകൂലിച്ചും എതിർത്തും സോഷ്യൽ മീഡിയയിൽ തർക്കം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.